നിങ്ങൾ അടുത്ത പാഠത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്നിവിടെ ഇന്ന് അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ദ ഹ്യൂമൻ നേച്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ മനുഷ്യ പ്രകൃതി അല്ലെങ്കിൽ മനുഷ്യ സ്വഭാവം. ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം യേശു ദൈവപുത്രനാണ്, അല്ലേ? എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ യേശു നമ്മളെപ്പോലും മനുഷ്യരും കൂടി ആയിരുന്നു എന്ന്? ചിന്തിക്കാൻ പറ്റുമോ? അത് ദൈവമായിരുന്ന ഒരാൾക്ക് മനുഷ്യനും കൂടി ആയിരിക്കാൻ പറ്റുമോ? നമ്മളെപ്പോലെ സാധാരണ മനുഷ്യൻ കൂടിയായിരുന്നു യേശു എന്ന് നിങ്ങൾക്കറിയാമോ? അതോ വെറുമൊരു ദൈവിക രൂപം മാത്രമായിരുന്നു? യേശു ക്രിസ്തു വിശന്നിരുന്നോ? ദാഹിച്ചിരുന്നോ? മനുഷ്യക്ക് വികാരങ്ങളുണ്ടായിരുന്നോ? കരഞ്ഞിട്ടുണ്ടോ? ചിരിച്ചിട്ടുണ്ടോ? ദുഃഖം ഉണ്ടായിട്ടുണ്ടോ? ഇന്നത്തെ നമ്മുടെ പാഠത്തിന്റെ ലക്ഷ്യം യേശു ക്രിസ്തു ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യരും ആയിരുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് വെറുമൊരു പഠിക്കാനുള്ള വിവരം മാത്രമല്ല, മറിച്ച് നമ്മളെ വ്യക്തിപരമായി യേശുവുമായി അടുപ്പിക്കുന്ന ഒരു സത്യമാണ്. എന്തുകൊണ്ടാണ് ഇത് പ്രധാനമാകുന്നത്? ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത്? യേശുവിന് യഥാർത്ഥ മനുഷ്യനായിരുന്നു പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം. നമ്മുടെ കഷ്ടപ്പാടുകളും വേദനകളും പരീക്ഷകളും വികാരങ്ങളും എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് യേശു ക്രിസ്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്നുള്ളതാണ്. നിങ്ങളുടെ എല്ലാ പ്രായത്തിലൂടെ വളർന്ന് വന്ന ഒരു സാധാരണ മനുഷ്യൻ കൂടിയായിരുന്നു യേശു ക്രിസ്തു. ഫിലിപ്പർ 2:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് മനഃപ്പാഠം പഠിക്കേണ്ട ഒരു വാക്യം കൂടിയാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്നുള്ളതാണ് വാക്യം. അവൻ ദൈവരൂപത്തിൽ ഇരുന്നിട്ടും ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി. അതായത് നമുക്ക് വേണ്ടി അവൻ തന്നെത്താൻ താഴ്ത്തി മനുഷ്യനായി അവതരിച്ചു. ഒരു മാനുഷിക വംശാവലി യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. ഒരു വ്യക്തി യഥാർത്ഥ മനുഷ്യനാണോ എന്ന് അറിയാൻ അയാളുടെ കുടുംബ ചരിത്രം നോക്കുന്നത് നല്ലതല്ലേ? അത് മത്തായി 1:1 നമ്മൾ വായിക്കുന്നില്ലേ? വംശാവലിയിലല്ലേ യേശുക്രിസ്തുവിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നത്? അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ലൂക്കോസ് 3:23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ അവന്റെ വംശാവലി ആദാം വരെ നീളുന്നതായി നമ്മൾ കാണുന്നുണ്ട്. യേശു ഒരു കെട്ടുകഥയല്ല, മറിച്ച് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിന്റെ ഭാഗമായിരുന്നു. ഇനി രണ്ടാമത്തെ തെളിവ്, യേശു നമ്മെ പോലെ ജനിച്ചു. മനുഷ്യനായിരുന്നു രണ്ടാം തെളിവാണ് മാനുഷിക പ്രകൃതിയുടെ. യേശു പെട്ടെന്ന് ഭൂമിയിൽ ഇറങ്ങി വന്നതല്ല. ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ച് ശിശുവായി വളർന്ന് കൗമാരവും യൗവനവും ഒക്കെ പിന്നിട്ട് നമ്മളെപ്പോലെ ഓരോ ഘട്ടത്തിലൂടെയാണ് യേശു ക്രിസ്തു വളർന്നു വന്നത്. ഇനി മൂന്നാമത്തെ തെളിവ്, യേശു ക്രിസ്തുവിന്റെ ശാരീരിക ആവശ്യങ്ങളാണ്. വിശപ്പുണ്ടായി, ദാഹമുണ്ടായി, അവന് ഉറക്കമുണ്ടായി, ഉറങ്ങി. ഇതൊക്കെ വേദപുസ്തകത്തിൽ കാണുന്നില്ലേ? യേശുക്രിസ്തുവിന് സാധാരണ മനുഷ്യ ശരീരവും ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവായി വ്യക്തമായ വേദപുസ്തക വാക്യങ്ങളുണ്ട്. മത്തായി 4:2 പറയുന്നൊരു കാര്യം, 40 ദിവസം ഉപവസിച്ചു, അത് കഴിഞ്ഞ് അവന് വിശന്നു. വേദപുസ്തകം പറയുന്നൊരു കാര്യമാണ്. ഉപവാസം കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. ഒരിക്കൽ വിശന്നപ്പോൾ അദ്ദേഹം അത്തിമരത്തിൽ പഴമന്വേഷിച്ചത് അറിയത്തില്ലേ? ഒരു വിശന്നപ്പോൾ അത്തിമരത്ത് നോക്കിയിട്ട് ഇതിനകത്ത് ഫലമൊന്നുമില്ലേ നോക്കിയ ചരിത്രം മാർക്കോസ് 11:12 പറയുന്നുണ്ട്. ഇനി യേശുക്രിസ്തുവിന് ദാഹിച്ചില്ലേ? നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 4:6 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ കാണുന്നൊരു ഭാഗമാണ് ശമരിയാക്കാരി സ്ത്രീയുടെ അടുക്കൽ ചെന്ന് എനിക്ക് ദാഹിക്കുന്നു, കുടിക്കാൻ വെള്ളം തരണം എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? അപ്പോൾ യേശുവിന് ദാഹിച്ചു. ദൈവം ഒരിക്കലും ക്ഷീണിക്കുന്നില്ല, എന്നാൽ മനുഷ്യനായ യേശു ക്ഷീണിച്ചു. ഉറങ്ങിയതായിട്ട് കാണുന്ന മാർക്കോസ് സുവിശേഷം 4:38 കൊടുങ്കാറ്റുണ്ടായി. അപ്പോൾ യേശു പടകിന്റെ അമരത്തെ തലയെ വെച്ച് ഉറങ്ങുകയായിരുന്നു. അത് മനുഷ്യസഹജമായ ആവശ്യമാണ് ഉറക്കം. ഇനി വികാരങ്ങൾ, ഇമോഷൻസ് അവനുണ്ടായിരുന്നു. നമുക്കുള്ളതുപോലെ തന്നെ വികാരങ്ങൾ യേശുവിനുണ്ടായിരുന്നു. ഒന്ന് മനസ്സലിവാണ്. അവൻ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മനസ്സലിഞ്ഞു. കൊച്ചുകുട്ടികളെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവരെ സ്നേഹത്തോടെ അടച്ചില്ലേ? ലൂക്കോസ് 10:14 വാക്യം. ഇനി ദുഃഖമുണ്ടായില്ലേ? ലാസറിന്റെ കല്ലറയ്ക്കൽ വന്നു. യോഹന്നാൻ 11:33-36 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ആദ്യമൊക്കെ പഠിക്കുന്ന വാക്യമല്ലേ? യേശു കടന്ന വാർത്ത വന്നു. അവിടെ വന്നു, അവൻ ദുഃഖിച്ചു, കരഞ്ഞു, അവരോടൊപ്പം കരഞ്ഞു. അത് നൽകുന്ന അർത്ഥം വളരെ വലുതാണ്. ഏറ്റവും ചെറിയ വാക്യമാണെങ്കിലും നമ്മുടെ കണ്ണുകൾ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുക്രിസ്തുവിന് കോപം വന്നിട്ടുണ്ടോ?
കോപവും വന്നിട്ടുണ്ട്. അവൻ ദൈവാലയത്തിൽ ചെന്നപ്പോൾ ഭയങ്കരമായിട്ട് കോപിച്ചു. അതിന്റെ കാരണം ദൈവാലയത്തിൽ കച്ചവടം നടക്കുന്നു. അവന് വാങ്ങുന്നവരെ വിൽക്കുന്നവരെയും പുറത്താക്കുന്നതായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. യോഹന്നാൻ 2:13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. പാപത്തോടും അനീതിയോടുമുള്ള ആ കോപം അവന്റെ മനുഷ്യ സ്വഭാവത്തിന്റെ ഭാഗമായിരുന്നു. ഇനി യേശുക്രിസ്തുവിന് പരീക്ഷകൾ ഉണ്ടായല്ലോ. എബ്രായർ 2:18, 5:8 ഈ വാക്യങ്ങളിൽ അവൻ കഷ്ടതകൾ അനുഭവിച്ചു. യേശായിൽ കഷ്ടത അനുഭവിച്ചപ്പോഴും യേശു ഒരിക്കലും പാപം ചെയ്തില്ല. അതുകൊണ്ടാണ് പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നമ്മളെ സഹായിക്കാൻ അവന് കഴിയുന്നത്. ഇനിയും മരണത്തിന്മേലുള്ള വിജയം. യേശു മനുഷ്യനാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് യേശുക്രിസ്തു മരിച്ചു. ഒരു മനുഷ്യന് മാത്രമല്ല മരിക്കാൻ പറ്റത്തുള്ളൂ. ക്രൂശിൽ വെച്ച് അവൻ വേദന അനുഭവിച്ചു. വേദന കൊണ്ട് പിടഞ്ഞ് ഉറക്ക നിലവിളിച്ചു. തന്റെ ആത്മാവിനെ ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. റോമർ 6:23. എന്നാൽ മരണം അവനെ തോൽപ്പിച്ചിട്ടില്ല. 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. പ്രിയങ്ങളെ, യേശുക്രിസ്തുവിന്റെ ഈ മനുഷ്യപ്രകൃതി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മെപ്പോലെ മരണം, നമ്മളെപ്പോലെ ജീവിച്ചവൻ, നമ്മളെപ്പോലെ ഭൂമിയിൽ ജനിച്ചവൻ, ഈ ഭൂമിയിൽ മരണം ആസ്വദിച്ചവൻ, അങ്ങനെയൊക്കെയാണ് വേദപുസ്തകം വായിക്കുന്നത്. അവൻ മനുഷ്യനായി അവതരിച്ചു. ദൈവം മനുഷ്യനായി. തിയറി ഓഫ് കനോസിസ് എന്നൊക്കെ പറയുന്ന ഭാഗമാണത്. കനോസിസ്. അവൻ തന്നെ താൻ ഒഴിച്ച് മനുഷ്യനായി ഇറങ്ങി വന്നു. ദൈവമായിരുന്നവൻ. യേശു മനുഷ്യനായി ഇറങ്ങി വന്നുകൊണ്ടുള്ള വലിയ കാര്യം നമുക്ക് മനസ്സിലായാലല്ലേ. നമ്മുടെ പ്രതിനിധിയായി നിൽക്കാൻ അതുകൊണ്ട് അവന് കഴിഞ്ഞു. നമ്മുടെ ഓരോ പ്രാർത്ഥനയും കേൾക്കുമ്പോൾ അതെ, എനിക്ക് ആ വേദന അറിയാം എന്ന് പറയാൻ അവന് കഴിയും. അവൻ മനുഷ്യനായതുകൊണ്ട് നമുക്ക് രക്ഷ സാധ്യമായി. ഇതിനകത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരങ്ങൾ പറയുമല്ലേ. യേശു മനുഷ്യനായിരുന്നു എന്നതിന് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു തെളിവ് പറയാമോ? യേശുവിന്റെ വംശാവലി അവന്റെ മനുഷ്യത്വത്തെ എങ്ങനെയാണ് തെളിയിക്കുന്നത്? ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കാം. പരീക്ഷിക്കപ്പെട്ടപ്പോൾ പാപം ചെയ്യാതിരുന്ന യേശുവിൽ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും? ഒന്ന് ചിന്തിച്ചു വരണേ. നിങ്ങൾ നല്ലവരല്ലേ? നിങ്ങളെ കൊണ്ട് പറ്റും, നമ്മെ കൊണ്ട് പറ്റും. യേശു മനുഷ്യനായി അവതരിച്ചത് നമ്മളെ സ്നേഹിച്ചാണ്. ദൈവത്തെ അനുഗ്രഹിക്കും.